ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ല രുചിയായിട്ടുള്ള തന്തൂരി ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷം 400 ഗ്രാം ഉണ്ട്. ബോണൊക്കെ മാറ്റിയിട്ട് കുറച്ച് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സൈസിലൊക്കെ. ഇതിലോട്ട് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, എരിവെള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തത്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ കസൂരി മേത്തി, ഉലുവയില ഉണങ്ങിയത്. അതിനിപ്പോൾ നിങ്ങളുടെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ചേർക്കണ്ട. 1/4 ടീസ്പൂൺ ചാട്ട് മസാല. ഈ ചാട്ട് മസാല എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. അപ്പോൾ ഇത് ചേർക്കാമെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. 2 ടേബിൾ സ്പൂൺ തൈര്, പുളിയില്ലാത്ത തൈര്, കുറച്ച് കട്ടത്തൈരായിരിക്കണം. 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, പാകത്തിനുള്ള ഉപ്പ്. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ കൂടാതെ 2-3 നുള്ളും കൂടെ ഉപ്പ് ഞാൻ കൂടുതൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചേർക്കാം. ഇനി ഇത് അരമണിക്കൂർ നേരം അല്ലെങ്കിൽ 1 മണിക്കൂർ നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ നോർമലിൽ. ഇതിപ്പോൾ ഒരു 3/4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ എടുക്കണ്ട, ഫ്രൈഡ് റൈസിനൊക്കെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ എടുക്കണ്ട. ഇതിപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലായിരിക്കുന്നത്. ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് 2 സൈഡും കുറച്ചൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഒരുപാടങ്ങ് ക്രിസ്പി ആക്കണ്ട, പാകത്തിന് വെന്ത് കളറൊക്കെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് മാറിയാൽ മതി. ചെറിയൊരു ബ്രൗൺ കളറൊക്കെ. ഒരു സൈഡ് 4-5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്ത് ഫ്രൈ ആക്കിയെടുക്കണം. ഹൈ ഫ്ലെയിമിനെക്കാട്ടിൽ ശകലമൊക്കെ ഒന്ന് കുറച്ച് വെച്ചാൽ മതി. ഇതിപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ചിക്കനൊക്കെ വെന്ത് പാകത്തിന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഈ എണ്ണ മാറ്റണ്ട, ഈ എണ്ണയിൽ വേണം നമുക്ക് ഫ്രൈഡ് റൈസും ഉണ്ടാക്കാൻ, എങ്കിലേ നല്ലൊരു ഫ്ലേവർ കാണത്തുള്ളൂ. അപ്പോൾ ഇത്രയേ എണ്ണയേ ഉള്ളൂ. അപ്പോൾ കുറച്ച് എണ്ണയൊന്ന് മാറ്റാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ റൈസ് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നേരത്തെ ഒന്ന് ചെയ്ത് വെക്കണം, നല്ലതായിട്ട് തണുത്തിരിക്കണം. അതായത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ എന്നോട് നല്ലത്, ഇല്ലെന്നുണ്ടെങ്കിൽ വെളിയിൽ വെച്ച് ആറിയിരുന്നാലും മതി. ഞാൻ 1.5 കപ്പ് ബസ്മതി റൈസ് എടുത്തേക്കുന്നത്. 250 ml കപ്പിൽ 1.5 കപ്പ് 300 ഗ്രാം ഉണ്ട്. അത് അരമണിക്കൂർ നേരം ഒന്ന് കുതിർത്തിട്ട് കുറച്ചേറെ വെള്ളം വെച്ചിട്ട്, അതായത് ഒരു 8-9 ഗ്ലാസ് വെള്ളവും ഒരു 2.5 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചത്. 90% വേവിക്കാവൂ, ഒരുപാടങ്ങ് വെന്ത് പോകരുത്. എന്നിട്ട് ഒരു അരിപ്പയിലോട്ട് വെള്ളം പോകാൻ വേണ്ടി ഇട്ട് വെക്കണം. എന്നിട്ട് ഇതുപോലൊരു പരന്ന പ്ലേറ്റിൽ ആറാൻ വേണ്ടി ഒന്ന് നിരത്തിയിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നേരത്തെ ഒന്ന് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ പാനിൽ കുറച്ച് എണ്ണയുണ്ട്. ഇതിലോട്ട് ഇനി മുട്ട ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 4 മുട്ടയൊന്ന് മിക്സ് ചെയ്തതാണ്. അതിന് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 4-5 നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ ഇത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നായി കഴിയുമ്പോൾ ഇളക്കിയിട്ട് കൊടുക്കാം. ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇത്രയും മതി. പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇനി ഒരു പാനിലോട്ട് നമ്മൾ ആ ഫ്രൈ ചെയ്ത ഓയിലില്ലേ, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 1.5 ടേബിൾ സ്പൂൺ കാണും. അപ്പോൾ വേറെ എണ്ണ ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ചൂടാകുമ്പോൾ ഈ വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ ഈ വെളുത്തുള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ വെളുത്തുള്ളി ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. മീഡിയം സൈസിൽ ഒരു സവാള നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഒരുപാട് കനം കുറയ്ക്കണ്ട. അതുപോലെ സ്പ്രിംഗ് ഒനിയനും വൈറ്റ്, ആ വൈറ്റ് പോർഷനും കൂടി ഇടാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് നേരമൊക്കെ ഒന്ന് ഇളക്കിയാൽ മതി. ഇനി ഇതിലോട്ട് ഈ ക്യാരറ്റ് അരിഞ്ഞിട്ട് കൊടുക്കാം. അതുപോലെ ബീൻസ് അരിഞ്ഞതും, ചെറിയൊരു ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു 8-10 ബീൻസും. ഇത് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ. ഇതിലോട്ട് ഈ ക്യാബേജും ക്യാപ്സിക്കും അരിഞ്ഞിട്ട് കൊടുക്കാം. ക്യാബേജ് അരിഞ്ഞു വന്നപ്പോൾ 1 കപ്പുണ്ട്. അതുപോലെ ചെറിയൊരു ക്യാപ്സിക്കം, അതും നീളത്തിലരിഞ്ഞിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതും ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി 1 മിനിറ്റ് നേരം.
ഇതിലോട്ട് ഈ സ്പ്രിംഗ് ഒനിയനും കൂടി ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഒനിയൻ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഇനി ഇതിലോട്ട് റൈസ് ചേർത്ത് കൊടുക്കാം. ഒന്നര ടീസ്പൂൺ സോയാ സോസ്, 1.5 ടീസ്പൂൺ വിനീഗർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അതിടാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഇതിലോട്ട് അരോമ പൗഡറും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ കിട്ടും, ഓൺലൈനിലും കിട്ടും. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലോട്ട് ഈ മുട്ട ചേർത്ത് കൊടുക്കാം. അതുപോലെ ചിക്കന്. അപ്പോൾ ചിക്കനിൽ 1 ടീസ്പൂൺ ഓയിലൊക്കെ കാണും, ആ ഫ്ലേവറോട് കൂടിയുള്ളത്, അതും കൂടി ഒഴിക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കണം, മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്, ഇത്രയും മതി. പിന്നെ ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് ചെയ്ത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.